നമസ്കാരം. സ്വാമി ധർമ്മചൈതന്യ രാമായണ മാസാചരണവും മതസൗഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിച്ചു. രാമായണത്തിൽ പ്രതിപാദിക്കുന്ന മൂല്യങ്ങൾ സ്വീകരിക്കണമെന്നും ഇന്നും രാമായണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് ആലുവ അദ്വൈത മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ അഭിപ്രായപ്പെട്ടു. ഓരോ മലയാളിയും രാമായണം വായിക്കേണ്ടത് സാഹിത്യ ഗ്രന്ഥമായിട്ടാണെങ്കിലും നമ്മുടെ ഭാഷാപിതാവിനോടുള്ള സ്നേഹവും കടപ്പാടമാണെന്നും സ്വാമി പറഞ്ഞു. ചാവറ കൾച്ചർ സെന്റർ സംഘടിപ്പിച്ച രാമായണ മാസാചരണവും മതസൗഹാർദ്ദ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കായിരുന്നു ആലുവ അദ്വൈത മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ. യോജിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മുടെ മാനവികമായ മൂല്യങ്ങൾ വെച്ച് അളക്കുമ്പോൾ മനുഷ്യനെ പല തട്ടുകളായി നിലനിർത്തുന്ന സമ്പ്രദായങ്ങളെയൊക്കെ അന്നത്തെ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ CH മുസ്തഫ മൗലവി മുഖ്യ സന്ദേശം നൽകി. ഓരോ പ്രവാചകനും ഗുരുക്കന്മാരും ഓരോ മതങ്ങളുടെയും സ്വന്തമല്ല, അത് എല്ലാവരുടെയുമാണെന്നും തിരിച്ചറിവ് ഉണ്ടാവണം. വേദങ്ങളും പ്രവാചകന്മാരും ചില കമ്പാർട്ട്മെന്റുകളിൽ കുടുങ്ങിപ്പോയെന്നും CH മുസ്തഫ മൗലവി പറഞ്ഞു. വൈകുന്നേരമായി സംഭാഷണമൊക്കെ പിരിഞ്ഞ് കഴിഞ്ഞ് അവർ വർത്തമാനം പറയുന്നതിനിടയിൽ സംഘത്തിന്റെ തലവൻ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമായി, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്കൊരിടം ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇത് ദേവാലയമാണല്ലോ, ഇവിടെ പ്രാർത്ഥിക്കാമല്ലോ. സെന്റ് ജോസഫ് മൊണാസ്ട്രി സുപ്പീരിയർ ഫാദർ മാത്യു കോയിക്കര CMI അധ്യക്ഷത വഹിച്ചു. SH കോളേജ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി B രാമായണ പാരായണം നടത്തി. ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, എറണാകുളം കരയോൻ ജനറൽ സെക്രട്ടറി P രാമേന്ദ്രൻ, ബണ്ടി സിംഗ്, മുകേഷ് ജെയിൻ, ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് CMI, ചാവറ കൾച്ചർ സെന്റർ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ CMI, ചാവറ ഫാമിലി വെൽഫെയർ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺസൺ C അബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദിയായി മാറി രാമായണ മാസാചരണവും പാരായണവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.